और फिशरीज फार्मर प्रोड्यूसर ऑर्गेनाइजेशंस उसको लाखों करोड़ रुपए का फंड भी दिया जा रहा है। हम ये भी चाहते हैं कि फिशरमैन समाज के युवा ब्लू इकोनॉमी को लीड करें, एक्सपोर्ट जैसे क्षेत्रों में आगे बढ़े। इसलिए क्रेडिट गारंटी सिस्टम के माध्यम से युवाओं को आगे बढ़ने के लिए प्रोत्साहित किया जा रहा है। പ്രിയപ്പെട്ടവരെ, മത്സ്യത്തൊഴിലാളികളെ ശാക്തീകരിക്കാൻ വിവിധ തലത്തിലുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത്. മത്സ്യപ്രവർത്തക സഹകരണ സൊസൈറ്റികൾ, മത്സ്യപ്രവർത്തക ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ എന്നിവ വഴി ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിക്കപ്പെടുന്നത്. ഇവയുടെ പ്രവർത്തനത്തിനായി ലക്ഷക്കണക്കിന് രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. മത്സ്യപ്രവർത്തക സമൂഹത്തിലെ യുവാക്കൾ ബ്ലൂ ഇക്കോണമിയെ നയിച്ച് മത്സ്യ കയറ്റുമതി മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി മത്സ്യമേഖലയിലുള്ള യുവാക്കൾക്ക് സർക്കാർ ഗ്യാരണ്ടിയിൽ വായ്പ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. आज टेक्नोलॉजी भी फिशरमैन समुदाय की ताकत बन रही है। इसी सोच के साथ नेशनल फिशरीज डिजिटल प्लेटफॉर्म शुरू किया गया है। इससे मछुआरे, नाव मालिक और एक्सपोर्टर्स एक ही प्लेटफॉर्म पर रजिस्ट्रेशन कर सकते हैं। उन्हें योजनाओं का लाभ मिलने में अब और आसानी हो गई है. ഇത് സാങ്കേതിക വിദ്യയും മത്സ്യത്തൊഴിലാളികളുടെ ശാക്തീകരണത്തിനായി ഉപയോഗിക്കപ്പെടുകയാണ്. ഇതിനായി ദേശീയ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട്. ഇതുവഴി മത്സ്യത്തൊഴിലാളികൾ, ബോട്ടുടമകൾ, കയറ്റുമതിക്കാർ എന്നിവരെ ഒറ്റ പ്ലാറ്റ്ഫോമിൽ എത്തിച്ച് ഒറ്റ ശൃംഖലയിൽ കോർത്തിണക്കി അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നുണ്ട്. അവരവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതുമൂലം വിവിധ പദ്ധതികളുടെ സഹായം കിട്ടുന്നത് കൂടുതൽ എളുപ്പമായി മാറിയിരിക്കുന്നു. एनडीए सूरतगढ़ समुद्र में जाने वाले मछुआरों की सुरक्षा भी हमारे लिए बहुत महत्वपूर्ण है. पहले हमारे मछुआरे भाई बहन खुले समुद्र में जाते थे तो घर वाले उनके वापस आने तक चिंता और डर में डूबे रहते थे, क्योंकि समंदर में मौसम को लेकर आशंकाएं बनी रहती थी. लेकिन अब ऐसा नहीं है. हमने सैटेलाइट के जरिए समंदर में मछुआरे भाई बहनों की सुरक्षा को बढ़ाया है. केरलम की बोट के लिए अराउंड 7,000 सैटेलाइट आधारित ट्रांसपोंडर्स भी दिए गए हैं. इनमें से 4,500 से अधिक ट्रांसपोंडर स्थापित किए जा चुके हैं. इससे समुद्र में आने वाली फिशरमैन की सुरक्षा ധീവര സഭയുടെ ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. കടലിന്റെ മക്കൾക്ക് നമസ്കാരം എന്ന മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് മോദി പ്രസംഗം തുടങ്ങിയത്. ജനങ്ങളിൽ നിന്ന് അനുഗ്രഹം തേടാനാണ് താൻ എത്തിയത്, ജനങ്ങളാണ് തന്റെ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു മോദി സംസാരിച്ചു തുടങ്ങിയത്. സാഹചര്യങ്ങളുടെ സഹായത്തോടെ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാത്രം 7,000-ഓളം മത്സ്യബന്ധന ബോട്ടുകളിലേക്കാണ് ഉപഗ്രഹാധിഷ്ഠിതമായ ട്രാൻസ്പോണ്ടറുകൾ വിതരണം ചെയ്തത്. ഇതിൽ 4,500-ഓളം ട്രാൻസ്പോണ്ടറുകൾ പ്രവർത്തനം തുടങ്ങിയിട്ടുമുണ്ട്. ഇതുമൂലം മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്ക് മുൻഗണനയും പ്രാധാന്യവും കിട്ടുന്നുണ്ട്. हमें फिशरीज की नई संभावनाओं को साकार करना है और फिशरमैन कम्युनिटी के जीवन को भी बेहतर बनाना है. इसके लिए कोस्टल इंफ्रास्ट्रक्चर को मजबूत करने पर विशेष ध्यान दिया जा रहा है. प्रधानमंत्री मत्स्य संपदा योजना के तहत 9 इंटीग्रेटेड मॉडर्न कोस्टल फिशिंग विलेजेस विकसित किए जा रहे हैं. പ്രിയപ്പെട്ടവരെ, നമുക്ക് മത്സ്യബന്ധന മേഖലയിലെ പുതിയ അവസരങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ജീവിതവും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്, ജീവനും മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനായി തീരദേശ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധയാണ് നൽകുന്നത്. ഇന്ന് പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന വഴി 9
ആധുനിക സംയോജിത മത്സ്യബന്ധന ഗ്രാമങ്ങൾ വികസിപ്പിച്ചു വരുന്നുണ്ട്. एनडीए सरकार में फिशिंग हार्बर्स को भी आधुनिक बनाया जा रहा है. मुथलपोजी हार्बर को 177 करोड़ रुपए की लागत से अपग्रेड किया गया है. इसके अलावा 6 हार्बर्स को ड्रेजिंग के माध्यम से बेहतर बनाया जा रहा है. पिछले 5 इयर्स में 16 आइस प्लांट और कोल्ड स्टोरेज की स्थापना को भी मंजूरी दी गई है. NDA സർക്കാർ മത്സ്യബന്ധന തുറമുഖങ്ങളും ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ മുതലപ്പൊഴി ഹാർബറിന്റെ നവീകരണത്തിനായി മാത്രം 177 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചെലവഴിച്ചത്. ഇതിനു പുറമെ മറ്റ് 6 ഹാർബറുകൾ കൂടി ഡ്രഡ്ജിംഗ് നടത്തി കാര്യക്ഷമമാക്കിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 5 വർഷത്തിനിടെ 16 ഐസ് പ്ലാന്റുകളും ശീതീകരണ